മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. SNC ലാവ്ലിൻ കേസിൽ ദിലീപ് രാഹുലിന് ED സമൻസ് അയച്ചത് 3 തവണയിലേറെ. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് അയച്ച 2023 തന്നെയായിരുന്നു ഇത്. ഹാജരാകാത്തതിനെ തുടർന്ന് ദിലീപ് രാഹുലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് അയക്കാൻ ED നടപടി തുടങ്ങിയിരുന്നു. ലാവ്ലിന് വേണ്ടി ഇടപെട്ടതും കമ്പനിയുടെ പ്രധാന ചുമതലക്കാരനായി നിന്നതും ദിലീപാണെന്നാണ് ED പറയുന്നത്. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാഗിൻ, 2023 അതായത് 2 വർഷം മുൻപാണ് 3 തവണ ED സമൻസ് അയച്ചത്. 2 വർഷത്തിനിപ്പുറം എന്ത് നടപടിയാണ് ED ഇതിലെടുത്തിട്ടുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് 2023 കാലഘട്ടങ്ങളിലാണ് പ്രധാനമായും ഇതൊക്കെ സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ED രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ പറയുന്ന SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന കണ്ണിയായി കണക്കാക്കുന്ന ഒരാളാണ് ദിലീപ് രാഹുലൻ. ദിലീപ് രാഹുലിന് 3 തവണയിലധികം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു, സമൻസ് അയച്ചിരുന്നു. പക്ഷേ അത് കൈപ്പറ്റാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഹാജരാകാതെ വന്ന പശ്ചാത്തലത്തിൽ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനുള്ള നടപടി ED തുടങ്ങി. അങ്ങനെ ഇന്റർപോളിന് റിക്വസ്റ്റ് ചെയ്തു ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കണമെന്ന്. ബ്ലൂ കോർണർ നോട്ടീസ് എന്ന് പറയുന്നത് ഒരു പ്രധാനമായും തിരയുന്ന ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അയാളുടെ പ്രവർത്തികൾ, അയാൾ എവിടെയെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്ലൂ കോർണർ നോട്ടീസ്. പക്ഷേ ആ നടപടിയും കാര്യമായി എവിടെയും എത്തിയില്ല എന്നതാണ് ബോധ്യമാകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചതായിട്ടുള്ള വിശദാംശങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത് ലാവ്ലിൻ കേസിലാണെന്നും വ്യക്തമായിരുന്നു. മാതൃഭൂമി ന്യൂസ് ആണ് അത് ലാവ്ലിൻ കേസിലാണ് എന്നത് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. എന്തായാലും ഇതിൽ ഈ ലാവ്ലിൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ കരാറിൽ ഉൾപ്പെടെ പ്രധാനമായും ഇടപെട്ടത് ദിലീപ് രാഹുലിനാണെന്നും അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ആളായി ചുമതലക്കാരനായി പ്രവർത്തിച്ചത് ദിലീപ് രാഹുലിനാണെന്നും ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു ബിസിനസ് ഡയറക്ടർ എന്ന നിലയിൽ തന്നെയായിരുന്നു പ്രവർത്തനമെന്നുമൊക്കെയാണ് ED വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുമുണ്ട്. മാത്രമല്ല ഇങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബ്ലൂ കോർണർ നോട്ടീസ് അയക്കാൻ, എന്നിട്ട് ഇന്റർപോൾ ആ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നോ? അതിൽ തുടർ നടപടി ഉണ്ടായോ? അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഈ കേസ് അന്വേഷിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ, പല ആളുകളും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട്. മറ്റു പല കേസുകളും ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അതിന്റെ വിവരശേഖരണം ഉൾപ്പെടെ നോക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും 2023 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ഈ വിവേകിനുള്ള സമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെയാണ് അങ്ങനെ. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു, അതിൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ കേസ് മുറുകി വരികയും പിന്നീട് അതിൽ കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാതെ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത്. അത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം വ്യക്തമാക്കിയിരുന്നത്, അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്, ഇത്തരത്തിലുള്ള ചില മൊഴികളുണ്ട്. അത് മറ്റു ചിലരുടെ മൊഴികളാണ്. അതായത് ഈ വിദ്യാഭ്യാസത്തിനായി ഫണ്ട് ചെയ്തു എന്നതടക്കമുള്ള മൊഴികൾ. അത് ദിലീപിന്റെയോ അല്ല, അല്ലെങ്കിൽ ദിലീപിന്റെയോ വിവേകിന്റെ ഒന്നുമല്ല, മറിച്ച് മറ്റൊരാളുടെ മൊഴികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മൊഴികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെ വിളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികളാണ് ഉണ്ടായതെന്നും ദിലീപ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്നും ED പറയുന്നു. എന്തായാലും ആ കേസിൽ കാര്യമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ തുടർ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഘട്ടത്തിലും ആ കേസ് ലൈവായി നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തേനെ. പക്ഷേ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. രാഗിൻ, ഇന്നലെ ഇപ്പൊ നമ്മളാണ് മുഖ്യമന്ത്രിയുടെ മകൻ ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിലാണെന്ന വാർത്ത കേരളത്തെ അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതിന് ചോദിച്ചത് ഏത് സമൻസ് ആർക്ക് അയച്ചു, എപ്പോൾ അയച്ചു. അതിൽ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം, മകൻ കേരളത്തിലില്ല, അത് നമുക്കും അറിയുന്ന ഒരു കാര്യമാണ്, ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ. അപ്പോൾ അത് ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കും ബോധ്യമാകുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് ED വെച്ചതാണോ? അതായത് സാധാരണഗതിയിൽ ഒരു നോട്ടീസ് അയക്കുമ്പോൾ ആ നോട്ടീസ് ബൈ മെയിലും അതോടൊപ്പം തന്നെ പോസ്റ്റിലും ഒക്കെ അയക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഘട്ടത്തിൽ ഇത് റിസീവ് ചെയ്യേണ്ട ഒരു എൻഡുണ്ട്. ആ എൻഡിൽ ഇത് കൃത്യമായി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പലതും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ കൈപ്പറ്റാതെ മടങ്ങാറുണ്ട്. അങ്ങനെ കൈപ്പറ്റാതെ മടങ്ങുന്ന ഘട്ടത്തിൽ അത് തുടർന്നുള്ള നോട്ടീസുകളും അത്തരം കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ വിവേകിന്റെ കാര്യത്തിൽ ഒറ്റ നോട്ടീസ് മാത്രം, അല്ലെങ്കിൽ ഒറ്റ സമൻസ് മാത്രം എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ബോധ്യമാകുന്നത്.
അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദിലീപിന്റെ കാര്യത്തിലാണെങ്കിൽ ദിലീപ് രാഹുലിന്റെ കാര്യത്തിലാണെങ്കിൽ 3-ലധികം തവണ സമൻസ് പോയിട്ടുമുണ്ട്. പക്ഷേ ഈ ദിലീപ് രാഹുലൻ വിദേശത്താണ്, ഇതുവരെയും ഇഡിക്ക് മുന്നിൽ എത്തിയിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാർ, വിറ്റ്നസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുമുണ്ട്. ഒന്ന്, ഈ കേസ് നടക്കുന്നത് 1999 അവസാനത്തിലാണ്. അത് കേസ് പിന്നീട് CBI 2007 രജിസ്റ്റർ ചെയ്യുന്നു, 2009 കുറ്റപത്രം കൊടുക്കുന്നു. പക്ഷേ അതിനുശേഷം പിണറായി വിജയനെ അടക്കം കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. പല ആരോപണങ്ങളും ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായി തള്ളപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെതിരെയുള്ള CBIയുടെ അപ്പീൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഉണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവത്തിലാണ് 2020 ED കേസെടുക്കുന്നത്. EDയെ സംബന്ധിച്ചിടത്തോളം ED പറയുന്നത്, തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മണി ട്രയലിന്റെ ആംഗിളാണ് അന്വേഷിക്കുന്നത്, ഫ്രഷ് കേസാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഫ്രഷ് കേസിൽ 2021 ചില നടപടികൾ ഉണ്ടായി, 2022 2023 ഘട്ടത്തിലും ഉണ്ടായി. പക്ഷേ പിന്നീട് കാര്യമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇനിയല്ല മറിച്ച് മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ED തന്നെയാണ് വിശദീകരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇതിൽ ദിലീപ് രാഹുലിനടക്കം വിദേശത്താണുള്ളത്. അവരെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് സമൻ ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിൽ തുടർ നടപടികൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു കാര്യവും ED പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ കാര്യമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്.